ഹലോ ഓൾ. നമ്മളിന്ന് ചെയ്യാൻ പോണത് 3ാം ക്ലാസ്സുകാരുടെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. പ്രവർത്തനം 1, വരച്ചു ചേർക്കൂ. ഡ്രോണുകളുടെ ചിത്രം നോക്കൂ. മാതൃക പോലെ വരച്ചു ചേർക്കുക. അതിൽ ഒന്നാമത്തെ എന്താണ് 6x4 6x4 24 എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്. അടുത്തത് 72 എന്ന് വരണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ രണ്ട് സംഖ്യകൾ ഗുണിച്ചതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് 9x8 72 അല്ലേ. ഇനി അടുത്തത് 42 ഏതൊക്കെ രണ്ട് സംഖ്യകൾ ഗുണിച്ചതാണെന്ന് കണ്ടുപിടിക്കണം. 7 6 42 അടുത്തത് എത്രയാണ് 9 9 81 7 49. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ബി ക്വസ്റ്റ്യൻ. ഒരു പേനയുടെ വില 8 രൂപയാണ്. ഇത്തരം 12 പേന വാങ്ങാൻ എത്ര രൂപ വേണം? സിമ്പിൾ അല്ലേ. ഒരു പേനയ്ക്ക് 8 രൂപയാണെന്നുണ്ടെങ്കിൽ 12 പേന വേണമെങ്കിൽ 12 × 8 = 96 രൂപയാണ് 12 പേന വാങ്ങാൻ വേണ്ടത്. അടുത്തത് പാറ്റേൺ പൂർത്തിയാക്കുക. ഒരു ഷേപ്പിലുള്ള 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ചിത്രം ഒബ്സർവ് ചെയ്താൽ തന്നെ നമുക്ക് ഏത് സൈഡാണെന്നുള്ളത് അറിയാം. മൂന്നാമത്തെ ചിത്രത്തിൽ തന്നിട്ടുള്ള ത്രികോണങ്ങൾക്ക് ഷെയ്ഡ് ചെയ്തതിന് ശേഷം ഈ റെഡ് മാർക്ക് കാണിച്ച ഭാഗത്തും കൂടി ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. ക്വസ്റ്റ്യൻ ഡി. രോഹൻ 12 പേന 120 രൂപയ്ക്ക് വാങ്ങി. സോനു ഒരു പേന 12 രൂപയ്ക്ക് വാങ്ങി. താഴെ തന്നതിൽ ശരിയായതിന് ടിക്കിടുക. രോഹൻ വാങ്ങിയ ഒരു പേനയുടെ വിലയും സോനു വാങ്ങിയ ഒരു പേനയുടെ വിലയും തുല്യമാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണല്ലേ. രോഹൻ വാങ്ങിയ ഒരു പേനയുടെ വില 10 രൂപയായിരിക്കും. സോനു വാങ്ങിയ പേനയുടെ വില 12 രൂപയാണ്. അപ്പോൾ ആ പ്രസ്താവന തെറ്റാണ്. അടുത്തത് എന്താണ്? രോഹൻ വാങ്ങിയ ഒരു പേനയ്ക്ക് 2 രൂപ കൂടുതലാണ്. അതും തെറ്റല്ലേ. 10 രൂപയാണ്. സോനു വാങ്ങിയതിന് 12 രൂപയാണ്. അപ്പോൾ ആ പ്രസ്താവനയും തെറ്റാണ്. സി. സോനു വാങ്ങിയ ഒരു പേനയ്ക്ക് 2 രൂപ കൂടുതലാണ്. അതാണല്ലോ അല്ലേ. രോഹൻ വാങ്ങിയത് 10 രൂപയ്ക്കും സോനു വാങ്ങിയത് 12 രൂപയ്ക്കും അല്ലേ. അപ്പോൾ സോനു വാങ്ങിയ ഒരു പേനയ്ക്ക് 2 രൂപ കൂടുതലാണ് അല്ലേ. അത് ശരിയാണ്. ഡി. സോനുവിൻ്റെ പേനക്കാണ് വില കുറവ്. അല്ലല്ലോ, രോഹൻ വാങ്ങിയ പേനക്കാണ് വില കുറവ്. രോഹൻ വാങ്ങിയത് 10 രൂപയ്ക്കാണല്ലോ അല്ലേ. അപ്പോൾ സോനു വാങ്ങിയ പേനക്കാണ് വില കുറവ് എന്നുള്ളതും തെറ്റാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. പ്രവർത്തനം 2A. അളക്കാം കണ്ടെത്താം. ചിത്രത്തിലെ ഓരോ അളവ് പാത്രം കൊണ്ടും എത്ര തവണ അളന്നാലാണ് 1 ലിറ്റർ ആവുക? 100 ml കപ്പ് കൊണ്ട് 10 തവണ അളന്നാലാണല്ലേ 1000 ml ആവുക. അതായത് 1000 ml ആണല്ലോ 1 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ 200 ml അളവ് പാത്രം വെച്ചിട്ട് 5 തവണ അളന്നാലല്ലേ 2 10 അല്ലേ. 200 × 5 1000 അല്ലേ. 1000 ml ആണല്ലോ 1 ലിറ്റർ. 200 ml അളവ് പാത്രം വെച്ച് 5 തവണ അളന്നാലാണ് 1000 ml അഥവാ 1 ലിറ്റർ ആവുക. ബി. രോഹൻ സൊസൈറ്റിയിൽ പാൽ കൊടുത്ത പാൽ 2 ലിറ്റർ പാത്രം കൊണ്ട് 2 തവണയും 200 ml പാത്രം കൊണ്ട് 3 തവണയും അളന്നു. സൊസൈറ്റിയിൽ കൊടുത്ത പാലിൻ്റെ അളവ് എത്ര? 2 ലിറ്റർ പാത്രം കൊണ്ട് 2 തവണ കൊടുത്തിട്ടുണ്ട്. അതായത് 4 ലിറ്റർ അല്ലേ. 200 ml പാത്രം കൊണ്ട് 3 തവണയും അളന്ന് സൊസൈറ്റിയിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 600 ml. അതായത് 4 ലിറ്ററും 600 ml സൊസൈറ്റിയിൽ കൊടുത്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 500 ml തുല്യമായത് താഴെ തന്നതിൽ ഏതൊക്കെ? ശരിയായതിന് ടിക്കിടുക. 100 ml 10 തവണ, 200 ml 2 തവണയും 100 ml 2 തവണയും, 100 ml 5 തവണ, 200 ml 2 തവണയും 100 ml 1 തവണയും. ഇതൊരു 3 4 ആണല്ലേ ശരി. 100 ml വെച്ച് 5 തവണ അളന്നു കഴിഞ്ഞാൽ 500 ml ആവും. 200 ml വെച്ച് 2 തവണ അളന്നു കഴിഞ്ഞാൽ 400 ml പ്ലസ് 100 ml 500 ml ആയല്ലോ അല്ലേ. അപ്പോൾ 3 4 ആണ്. അതായത് ഓപ്ഷൻ സി ആണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ബാക്കിയെല്ലാം തെറ്റാണ്. പ്രവർത്തനം 2B. ഭാരം കണക്കാക്കാം. 1 കിലോഗ്രാമിന് തുല്യമായത് താഴെ തന്നതിൽ ഏതൊക്കെ? ശരീരത്തിന് ടിക്കിടുക. 500 ഗ്രാം 2 തവണ, അതായത് 1000 ഗ്രാം 1 കിലോഗ്രാം. 200 ഗ്രാം 4 തവണ, അതായത് 800 ഗ്രാമേ വരുന്നുള്ളൂ. 100 ഗ്രാം 8 തവണ, 800 ഗ്രാമേ വരുന്നുള്ളൂ. 250 ഗ്രാം 4 തവണ, 250 × 4 1000 ഗ്രാം 1 കിലോ അല്ലേ. അതായത് 1ഉം 4ഉം ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. ഇഷാനും സാൻവിയയും പലചരക്ക് കടയിൽ നിന്നും വാങ്ങിയ സാധനങ്ങളുടെ ലിസ്റ്റാണ് താഴെ തന്നിരിക്കുന്നത്. ഇഷാൻ വാങ്ങിയ സാധനങ്ങളുടെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. സാൻവിയ വാങ്ങിച്ച സാധനങ്ങളുടെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഓരോരുത്തരും വാങ്ങിയ സാധനങ്ങളുടെ ആകെ ഭാരം. ഇഷാൻ വാങ്ങിയത് എത്ര? സാൻവിയ വാങ്ങിയത് എത്ര? ഇഷാൻ വാങ്ങിയത് എത്രയാണ്? 7 + 1 8, 8 4 12, 12 കിലോ പ്ലസ് 500 ഗ്രാം പ്ലസ് 300 ഗ്രാം, 12 കിലോ 800 ഗ്രാം. ഈ സാൻവിയ വാങ്ങിയത് എത്രയാണ്? 8 കിലോ പ്ലസ് 5 കിലോ പ്ലസ് 1 കിലോ, 8 5 13 + 1 14 കിലോ പ്ലസ് 500 ഗ്രാം പ്ലസ് 250 ഗ്രാം അല്ലേ 750 ഗ്രാം, 14 കിലോ 750 ഗ്രാം. സി ക്വസ്റ്റ്യൻ. പലചരക്ക് കടയിൽ 8 ലിറ്റർ വെളിച്ചെണ്ണയുണ്ട്. ഇത് 1 ലിറ്റർ വീതം കൊള്ളുന്ന കുപ്പിയിൽ നിറക്കാൻ എത്ര കുപ്പി വേണം? വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. 8 ലിറ്റർ വെളിച്ചെണ്ണയാണ് കടയിലുള്ളത്. 1 ലിറ്റർ വീതം കൊള്ളുന്ന കുപ്പിയിൽ നിറക്കാൻ എത്ര കുപ്പി വേണ്ടി വരും?
എത്ര കുപ്പി വേണ്ടി വരും? 8 കുപ്പി വേണ്ടി വരും അല്ലേ? ഓരോ കുപ്പിയിലും ഓരോ ലിറ്റർ വെച്ചിട്ട് നിറച്ച് കഴിഞ്ഞാൽ 8 കുപ്പിയിൽ 8 ലിറ്റർ നിറക്കാം അല്ലേ? 2 ലിറ്ററിൻ്റെ കുപ്പിയാണെങ്കിൽ എത്ര കുപ്പി വേണം? സിമ്പിളല്ലേ? 8ൻ്റെ പകുതി എത്രയാണ്? 4 അല്ലേ? 4 കുപ്പി മതി. 2 ലിറ്ററിൻ്റെ കുപ്പിയാണെന്നുണ്ടെങ്കിൽ 4 കുപ്പി മതിയാവും. ഓരോ കുപ്പിയിലും 2 ലിറ്റർ വെച്ച് 4 കുപ്പി നിറച്ച് കഴിഞ്ഞാൽ 8 ലിറ്റർ 4 കുപ്പിയിൽ നമുക്ക് 2 ലിറ്റർ വെച്ച് നിറക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കാനനോത്സവത്തിലെ വിവിധ മത്സരങ്ങളിൽ കാട്ടിലെ കൂട്ടുകാർ നേടിയ പോയിന്റ് നോക്കൂ. ചിന്നക്കുയിൽ 130 പോയിന്റ്, ആനമൂപ്പൻ 185 പോയിന്റ്, സുന്ദരിക്കാക്ക 140 പോയിന്റ്, കുഞ്ഞരിപ്രാവ് 175 പോയിന്റ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സുന്ദരിക്കാക്ക എത്ര പോയിന്റ് നേടി? നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സുന്ദരിക്കാക്ക എത്ര പോയിന്റ് നേടി? നമുക്ക് കോളം നോക്കിയിട്ട് തന്നെ എഴുതിയെടുക്കാം. 140 പോയിന്റ് അല്ലേ? ആനമൂപ്പൻ്റെ പോയിന്റിനൊപ്പം എത്താൻ ചിന്നക്കുയിലിന് എത്ര പോയിന്റ് കൂടി വേണം? സിമ്പിളല്ലേ? ആനമൂപ്പൻ്റെ പോയിന്റ് എത്രയാണ്? 185. ചിന്നക്കുയിലിൻ്റെ പോയിന്റ് എത്രയാണ്? 130. 185 കുറക്കണം 130 സമം 55. സി, സമ്മാനമായി കിട്ടിയ 40 മാങ്ങ 4 പേരും തുല്യമായി വീതിച്ചെടുത്തു. ഒരാൾക്ക് എത്ര മാങ്ങ കിട്ടി? 40 മാങ്ങ 4 പേർക്കാണ് കൊടുക്കുന്നത്. 40 ഹരിക്കണം 4 സമം 10. ഒരാൾക്ക് എത്ര മാങ്ങ കിട്ടും? 10 മാങ്ങ വെച്ചിട്ട് 4 പേർക്ക് 40 മാങ്ങ തുല്യമായിട്ട് എടുക്കാം അല്ലേ? ഒരാൾ 10 മാങ്ങ എടുത്തു കഴിഞ്ഞാൽ 4 പേര് 40 മാങ്ങ എടുക്കും. കൂട്ടുകാർക്ക് കിട്ടിയ പോയിന്റുകളെ ചെറുതിൽ നിന്നും വലുതിലേക്ക് ക്രമപ്പെടുത്തി എഴുതിയാൽ 175 ശേഷം വരുന്ന സംഖ്യ ഏതാണ് സംഖ്യ? നമുക്ക് ആ കോളം നോക്കിയിട്ട് തന്നെ കണ്ടുപിടിച്ച് എഴുതാൻ പറ്റും അല്ലേ? 185 വരുന്നത്. ഇനി അടുത്തത് 625 എന്ന സംഖ്യക്ക് തുല്യമായത് താഴെ തന്നതിൽ ഏതാണ്? ശരിയായതിന് ടിക്കിടുക. എ, 4 100 12 10 5 1. ശരിയാണോ? 4 100 12 10 എന്ന് പറയുമ്പോഴത്തേക്ക് 525 ഫസ്റ്റത്തേൻ്റെ ആൻസർ വരുന്നത്. കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് തെറ്റാണ്. രണ്ടാമത്തെ ബി, 4 100 22 10 15 1. 35 അല്ലേ? 635. അപ്പോൾ അതും തെറ്റാണ്. സി, 4 100 22 10 5 1. അത് എത്ര വരുന്നത്? 625 വരുന്നുണ്ട് അല്ലേ? അപ്പോൾ മേൽ പറഞ്ഞ പ്രസ്താവനയ്ക്ക് ശരിയായി വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ ഡി എന്താണ്? 4 100 20 10 15 1. 615 ആണല്ലേ ആൻസർ വരുന്നത്. അപ്പോൾ അതും തെറ്റാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. പ്രവർത്തനം 3B, സംഖ്യ കണ്ടെത്താം. കാർഡ് കളിക്കായി മിട്ടുമോന് കിട്ടിയ കാർഡുകൾ നോക്കൂ. 6 8 7 എന്ന് നമ്പറിട്ടുള്ള 3 കാർഡുകളുണ്ട്. ഈ കാർഡുകൾ ഉപയോഗിച്ചുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ 3 അക്ക സംഖ്യ ഏത്? ഉത്തരം വളരെ സിമ്പിളാണ്. തന്നിട്ടുള്ള കാർഡിലെ ഏറ്റവും വലിയ സംഖ്യേനെ ആദ്യം എഴുതുക, പിന്നെ അടുത്ത സംഖ്യ എഴുതുക, പിന്നെ അടുത്ത സംഖ്യ എഴുതുക. ആദ്യത്തെ സംഖ്യ ഏതായിരിക്കും? 8 ആയിരിക്കും അല്ലേ? 8 7 6 876 എന്നാണ് ആൻസർ വരുന്നത്. 990 എന്ന സംഖ്യ അബാക്കസിൽ രൂപീകരിക്കാൻ എത്ര മുത്തുകൾ വേണം? തന്നിട്ടുള്ള സംഖ്യയിലുള്ള അക്കങ്ങൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കിട്ടും. അതായത് 9 + 9 + 0 എത്ര വരുന്നുണ്ട്? 18. 18 മുത്തുകളാണ് അബാക്കസിൽ രൂപീകരിക്കാൻ വേണ്ടത്. അടുത്തത് പട്ടിക പൂർത്തിയാക്കുക. 1246 എന്നുള്ളത് അക്കത്തിൽ തന്നിട്ടുണ്ട്, അത് അക്ഷരത്തിൽ എഴുതുക. അടുത്തത് എന്താണ്? 1715 എന്ന് നമുക്ക് അക്ഷരത്തിൽ തന്നിട്ടുണ്ട്, അത് അക്കത്തിൽ എഴുതാം. അതുപോലെ 1001 അത് അക്ഷരത്തിൽ എഴുതാം. 909 അക്കത്തിൽ എഴുതാം. 910 അക്ഷരത്തിൽ എഴുതാം. 845 തുല്യമായത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ശരിയുത്തരത്തിന് ടിക്കിടുക. ഫസ്റ്റ് എ, 500 + 445 അത് 945 വരുന്നത്, തെറ്റാണ്. ബി, 500 + 405 എത്ര വരുന്നുണ്ട്? 905 അതും തെറ്റാണ്. സി, 505 + 440 എത്ര വരുന്നുണ്ട്? 945 അതും തെറ്റാണ്. ഡി, 405 + 440 അതാണ് ശരിയായിട്ട് വരുന്നത് അല്ലേ? 845. ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ചിത്രഗ്രാഫ്. 3ാം ക്ലാസ്സിലെ കുട്ടികൾ സ്കൂളിൽ വരുന്ന രീതി താഴെ കൊടുത്തിരിക്കുന്നു. പട്ടിക നന്നായി ശ്രദ്ധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ബസ്സിൽ വരുന്ന കുട്ടികളുടെ എണ്ണം എത്ര? അതിൽ ബസ്സിൽ വരുന്ന ആ കോളത്തിലുണ്ട് 11 കുട്ടികളാണ് ബസ്സിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കാറിൽ വരുന്നതിനേക്കാൾ എത്ര കൂടുതൽ കുട്ടികൾ ബസ്സിൽ വരുന്നു? കാറിൽ വരുന്ന കുട്ടികളുടെ എണ്ണം എത്രയാണ്? 6 അല്ലേ? ബസ്സിൽ വരുന്ന കുട്ടികളുടെ എണ്ണത്തിൽ നിന്ന്, അതായത് 11ൽ നിന്ന് 6 കുറച്ച് കഴിഞ്ഞാൽ ആൻസർ വരുന്നത് എത്രയാണ്? 5 കുട്ടികളാണ് കാറിൽ വരുന്നതിനേക്കാൾ ബസ്സിൽ കൂടുതലായിട്ട് വരുന്നത്. സൈക്കിളിൽ വരുന്ന പെൺകുട്ടികളുടെ എണ്ണം എത്രയാണ്? 5 കുട്ടികളാണല്ലേ? അതുപോലെ വിവിധ വാഹനങ്ങളിൽ വരുന്ന ആൺകുട്ടികളുടെ എണ്ണം മുഴുവൻ പട്ടിക പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള ആൺകുട്ടികളുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ 15 ആൺകുട്ടികളാണ് വിവിധ വാഹനങ്ങളിൽ വരുന്ന കുട്ടികൾ കേട്ടോ. നടന്നു വരുന്ന കുട്ടികളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായതിന് ടിക്കിടുക. തെറ്റാണല്ലോ അല്ലേ? ബി, കാറിൽ വരുന്ന കുട്ടികളുടെ എണ്ണത്തേക്കാൾ 2 കുറവ്. സി, ബസ്സിൽ വരുന്ന കുട്ടികളുടെ എണ്ണത്തേക്കാൾ 3 കൂടുതൽ. ഡി, സൈക്കിളിൽ വരുന്ന കുട്ടികളുടെ എണ്ണത്തേക്കാൾ 1 കുറവ്. അതാണല്ലോ ശരിയായ ഉത്തരം അല്ലേ? ഡി ആണ് ശരിയായ ഉത്തരം.
അടുത്ത ക്വസ്റ്റ്യൻ വീതം വെക്കാം. രോഹൻ്റെ കയ്യിൽ 20 മഞ്ചാടിയുണ്ട്. കളിക്കാനായി അവൻ അത് 4 തുല്യ കൂട്ടമായി വെച്ചു. ഒരു കൂട്ടത്തിലെ മഞ്ചാടിയുടെ എണ്ണം വരച്ച് ചേർക്കുക. 20 മഞ്ചാടിയാണുള്ളത്. 4 തുല്യ കൂട്ടമായി വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്ടത്തിൽ 5 മഞ്ചാടികളാണ് ഉണ്ടായിരിക്കുക അല്ലേ? 5 മഞ്ചാടികളാണ് ഉണ്ടായിരിക്കുക. 12 മഞ്ചാടി 3 പേർക്ക് തുല്യമായി വീതിച്ചു കൊടുത്തു. ഒരാൾക്ക് കിട്ടിയ മഞ്ചാടി എത്ര? 12 ഹരിക്കണം ഡാഷ് സമം ഡാഷ് തന്നിട്ടുണ്ട്. 12 ഹരിക്കണം 3 സമം 4 വരുന്നത്. 4 എണ്ണം വെച്ചിട്ടാണ് കുട്ടികൾക്ക് കിട്ടുന്നത് കേട്ടോ. അതേപോലെ ഡാഷ് ഇൻറ്റു ഡാഷ് സമം 12 തന്നിട്ടുണ്ട്. 3 ഇൻറ്റു 4 സമമാണ് 12. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 35 രൂപ 5 പേർക്ക് തുല്യമായി വീതിച്ച് നൽകി. ഒരാൾക്ക് എത്ര രൂപ കിട്ടിയെന്നാണ് ചോദ്യം. 35 ഹരിക്കണം 5 ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായി കിട്ടും. 35 ഹരിക്കണം 5 സമം 7. രോഹൻ്റെ അച്ഛന് 60 സെൻറ്റ് കൃഷിസ്ഥലമുണ്ട്. പകുതി ഭാഗത്ത് തെങ്ങ് കൃഷിയാണ്. പകുതി ഭാഗം എന്ന് പറഞ്ഞാൽ 60 സെൻറ്റിൻ്റെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 സെൻറ്റ്. ബാക്കി സ്ഥലം തുല്യമായി വീതിച്ച്, അതായത് 30 സെൻറ്റിനെ വീണ്ടും തുല്യമായി വീതിച്ച്, 30 സെൻറ്റിൻ്റെ പകുതി എത്രയായിരിക്കും? 15 സെൻറ്റ് ആയിരിക്കും അല്ലേ? 15 സെൻറ്റ് വീതം വാഴയും പച്ചക്കറിയും കൃഷി ചെയ്യുന്നു. പച്ചക്കറി കൃഷി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അളവ് എത്ര? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. 60 സെൻറ്റിൻ്റെ പകുതി 30 സെൻറ്റ്. 30 സെൻറ്റിന് വീണ്ടും പകുതിയാക്കിയിട്ടാണ് വാഴയും പച്ചക്കറിയും കൃഷി ചെയ്യുന്നത്. അതായത് 15 സെൻറ്റ് വെച്ചിട്ടാണ് പച്ചക്കറി കൃഷിയും വാഴയും ഉള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ഡി.